ഒടുവിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. എന്താ തോന്നുന്നത്? ഇതിലൂടെ സന്തോഷം എന്തായാലും എനിക്കില്ല. കിട്ടിയതിൽ സമാധാനമുണ്ട്. കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയമാണ്. കിട്ടണം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് 7 ദിവസമായി. ഇത് ഏതായാലും കിട്ടിയല്ലോ. ഒന്ന് കുറേ ആളിനെ വിമർശിച്ചിരുന്നു. ഓല് കാണട്ടെ ഇതിൻ്റെ ഉള്ളിൽ ചന്ദനുണ്ടോ, ഓനെ കൊണ്ടുപോയി എവിടെ കൊന്നോ ഒക്കെ നോക്കട്ടെ. എന്നിട്ട് കുറേ ചാനലുകാരുണ്ട്, ഓരോ പിന്നിൽ ഞാൻ എന്തായാലും പോവും. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ. നമ്മൾ ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അത് ആദ്യ ദിവസം തൊട്ട് മനാഫ് ഇവിടെ ഉണ്ട്. പല പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിലായി നമ്മൾ പല ഘട്ടങ്ങൾ തിരച്ചു നിർത്തിയേക്കുണ്ട്. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ പല ഘട്ടങ്ങൾ അങ്ങനെ വൈകാരികമായി പോയിട്ടുണ്ട്. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരാൾ ഒരു വിഷയത്തിന് ഉറച്ച് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ റിസൾട്ടാണിത്. എത്ര ആളിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി, പിന്തിരിയൂല. അങ്ങനത്തെ ആ കൂട്ടത്തിൽ പെട്ടതല്ല. ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് കൊടുക്കുക, പരിഹസിക്കരുത്. എനിക്കതാ പറയാനുള്ളത്. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര അനുഭവിച്ച് ഇതിൻ്റെ പിന്നിൽ പണം പോട്ടെ, പക്ഷെ എന്താ പറഞ്ഞാൽ മനസ്സ് മടുത്തോയാൽ പോവും. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. നമുക്കൊരു സമാധാനം തരുന്ന വാർത്തയല്ല, പക്ഷേ ആ ചോദ്യത്തിനൊരു ഉത്തരവായി അല്ലേ? ഓൻ്റെ വീട്ടിൽ ഓൻ്റെ മോൻക്ക്, ഓൻ്റെ ഭാര്യക്ക്, അച്ഛന്, അമ്മക്ക്, എല്ലാവർക്കും, പെങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായും കൊണ്ട് ഓർക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ഓൻ്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ്. പിന്നെ അതുമാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് ഒരു അഭിമാനിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മളൊരു മലയാളി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പോരാടിയിട്ട് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം. നമ്മൾ വിട്ടു കൊടുക്കുന്ന കൂട്ടത്തിലുള്ള അല്ല എന്നുള്ളത്, വിടൂല എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ വിഷയത്തിൽ. കാരണം ആ വീട്ടിലേക്കുള്ള ഒരു അത്താണിയായിരുന്നു ആ പോയത്. പക്ഷേ കേരളം മൊത്തം ഓരോ കൂടെ നിന്ന് കൊടുക്കി, അത്ര എനിക്ക് പറയുള്ളൂ. എന്തായാലും മനാഫ് ഉൾപ്പെടെ വളരെ വൈകാരികമായിട്ടാണ് ഈ ഘട്ടത്തിൽ സംസാരിക്കുന്നത്.